സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 30ാമത് IFFK ഇന്ന് ഈ വേദിയിൽ എഴുന്നള്ളുകയാണ്. ഇനി 7 നാളുകൾ ഈ നഗരത്തിലെ 16 തിരശീലകൾ, 206 ചിത്രങ്ങൾ, സിനിമയുടെ ഒരു ഉത്സവകാലം തന്നെയാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗം, ഇന്ത്യൻ സിനിമ, ലോക സിനിമ തുടങ്ങി 30ഓളം കാറ്റഗറികളിലായി 82 രാജ്യങ്ങളിലെ മനുഷ്യാവസ്ഥകളെ അഗ്രവാളികളിൽ ശക്തമായി അവതരിപ്പിക്കുന്ന, അടയാളപ്പെടുത്തിയ ഏറ്റവും മികച്ച സിനിമകളുടെ ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് 30ാമത് IFFK നിങ്ങൾക്ക് ഏവർക്കുമായി ഒരുക്കിയിരിക്കുന്നത്. മേളയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായി വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക പുരോഗതിയിൽ നാഴികക്കല്ലായ 30 എഡിഷനുകളുടെ ഓർമ്മയ്ക്കായി 30 ദീപങ്ങളാണ് ഇവിടെ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് തെളിയിക്കുന്നത്. This moment truly marks the collective spirit of IFFK, where all the dignitaries on stage light the lamp together, marking the beginning of this 30th edition. ഇന്ത്യയിലെ 30 എഡിഷൻ പൂർത്തിയാക്കുന്ന ഏക ചലച്ചിത്ര മേളയാണ് IFFK എന്നത് അഭിമാനപൂർവ്വം പറയാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി 30ാമത് വർഷം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടനം അഭിമാനപൂർവ്വം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. To the 30th edition of the International Film Festival of Kerala. 30 years. It's more than a number. ഈ ഒരു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ പോരാട്ടത്തിന്റെ കാലഘട്ടത്തിൽ IFFK മുടക്കമില്ലാതെ തുടരണം എന്ന് തീരുമാനിച്ച അതിശക്തമായ പിന്തുണ IFFK നൽകുന്ന കേരളത്തിന്റെ സർഗധനനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരുടെ ഏറെ ആദരവോടെ നിങ്ങളുടെ പേരിൽ, സംഘാടക സമിതിയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. Cinematic life of Sri Rajiv Nath, filmmaker on the occasion of completing 50 years in cinema. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ ചലച്ചിത്ര സമീക്ഷയുടെ ഫെസ്റ്റിവൽ സ്പെഷ്യൽ ഇഷ്യൂ പ്രകാശനമാണ് നടക്കുന്നത്. മുപ്പതാമത് IFFK സമഗ്ര വിവരങ്ങളും അടങ്ങുന്ന സിനിമകൾ, സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ എല്ലാവരെയും കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അടങ്ങുന്ന IFFK Festival Handbook is being released by Ms. Angela Molina, by giving a copy to Sri K. Jayakumar IAS retired. IFFK ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ, വിശദാംശങ്ങൾ ഒക്കെ അടങ്ങുന്ന ഒരു ഡെയിലി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ആദ്യത്തെ ഡെയിലി ബുള്ളറ്റിൻ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ദിവ്യ പ്രകാശനം. Saji Cherian, Honorable Minister for Culture, to felicitate Mr. Boy Kachin, renowned Vietnamese filmmaker. മലയാള സിനിമയെ ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ഷാജി എക്കറും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർപേഴ്സണുമായിരുന്നു അദ്ദേഹം. മലയാള സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ വഴി വെളിച്ചമായിരുന്ന മഹാനായ ആ മാർഗദർശിയെ 2025 ഏപ്രിൽ 28 നമുക്ക് നഷ്ടമായി.
അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം ചലച്ചിത്ര അക്കാദമി ഈ 30ാമത് IFFKയോട് അനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുകയാണ്. ഷാജി കരുണിന്റെ സംവിധാന സഹായിയും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ സജീവ് പാഴൂറാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഷാജിയുടെ സഹധർമ്മിണി ശ്രീമതി അനസൂയ ഷാജിയെയും അതുപോലെ പുസ്തകത്തിന്റെ എഡിറ്റർ ശ്രീ സജീവ് പാഴൂരിനെയും ഈ വേദിയിലേക്ക് സസ്നേഹം ക്ഷണിക്കുന്നു. ശ്രീ സജീവ് പാഴൂർ എഡിറ്റ് ചെയ്ത ഈ പുസ്തകം ഷാജി കരുണിന്റെ സഹധർമ്മിണിയായ ശ്രീമതി അനസൂയ ഷാജിക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിക്കുന്നു. കരുണയുടെ ക്യാമറ. ഷാജി എൻ കരുണിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പുസ്തകം കരുണയുടെ ക്യാമറ. The award comprises a cash prize of ₹5 lakhs, a statuette, and a citation. Kelly Fife Marshall, whose films challenge racial prejudice against Black communities, won the first ever Changemaker Award at the Toronto International Film Festival for her short film Black Bodies in 2020. She made her debut with Heaven in 2018, which also focused on the Black lived experience. She is the co-founder of Make Ripples, a non-profit organization dedicated to accessible activism, racial justice, and empowering communities through storytelling. She is very active in advertising and television as well, and also for speaking from your heart to us. I now request our Honorable Minister, Shri Saji Cherian, to present a token of our appreciation to all the 3 guests who just spoke to us, starting with our chief guest at this inaugural ceremony, Shri Pablo Larraín, acclaimed Chilean filmmaker. Honorable Minister for Culture, Shri Saji Cherian, is felicitating Shri Pablo Larraín, acclaimed Chilean filmmaker and director of the film Neruda. Pablo Larraín, Shri Pablo Larraín. And now His Excellency Dr. Philip Ackermann, German Ambassador to India. And His Excellency Mr. Abdullah ibn Abu Shawish, Ambassador of Palestine to India. എല്ലാവർക്കും നമസ്കാരം. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഈ ഉദ്ഘാടന ചടങ്ങിലെത്തിയ എല്ലാവർക്കും ഏറ്റവും മനോഹരമായ ഒരു ചലച്ചിത്രോത്സവം ആശംസിക്കുന്നു.